തൊട്ടു മുന്നിൽ ദേഹമാംസകലം കറുപ്പണിഞ്ഞു നിൽക്കുന്ന ആ രൂപം കാണി റോണയുടെ ശ്വാസം പോലും നിലച്ച മട്ടായിരുന്നു. എണീറ്റോടാൻ ഹൃദയം അലറി വിളിച്ചെങ്കിലും ശരീരമതിനെ അനുവദിക്കാതെ തളർന്നിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബ്ലാക്ക് മാൻ! അലറി വിളിക്കാനായിരുന്നു ശ്രമമെങ്കിലും ഒരു മന്ത്രണം പോലെ അത്രമാത്രമായിരുന്നു അവളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ബ്ലാക്ക് മാൻ, നിന്റെ തന്ത! ഇത് ഞാൻ അടിപ്പില്ലേ? ആ രൂപത്തിൽ നിന്നും അത്രമേൽ പരിചിതമായ സ്വരം കേട്ടതും റോണ അമ്പരപ്പോടെ ചാടി എണീറ്റു. സോഹ! ആ ഗതികെട്ടവൻ തന്നെയാടി. എന്ത് പാടുപെട്ടിട്ടാണെന്നറിയാമോ ഇതിനകത്തൊന്ന് കയറിപ്പറ്റിയെന്നറിയാമോ? എന്നിട്ട് അവസാനം ബ്ലാക്ക് മാനാണ് പോലും. അവൻ ദേഷ്യപ്പെട്ട് ബെഡിലേക്കിരുന്നു. അല്ല, അത് പിന്നെ നിന്റെ ഈ വേഷമൊക്കെ കണ്ടാൽ ആരായാലും അങ്ങനെയല്ലേ വിചാരിക്കൂ? കറുപ്പുമൊക്കെ ഇട്ട് ഒരുമാതിരി ആരാച്ചാരെ പോലെ. പിന്നെ പാതിരാത്രി കാമുകിയുടെ വീടിന്റെ മതിൽ ചാടാൻ പോകുമ്പോൾ ഞാൻ വെള്ളയും ഇട്ടുകൊണ്ട് പള്ളിയിലച്ഛനെ പോലെ വരാടി. അത്രയ്ക്ക് വേണ്ട. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നിനക്ക് ഈ ഫാൻസി ഡ്രസ്സൊന്നും അഴിച്ചു മാറ്റിക്കൂടായിരുന്നോ? പേടിച്ചിട്ടിപ്പോ എന്റെ കാറ്റ് പോയേണ. റോണ പറഞ്ഞതും സോഹൻ പരിഭവം മറന്ന് ചിരിച്ചു. അതൊരബദ്ധം പറ്റിയതാടി. എന്തോന്ന്? അഥവാ പിടി വീണാലും ആടെ പിടികിട്ടരുതെന്ന് കരുതി മുഖവും തലയുമൊക്കെ മറച്ചു കെട്ടിയതാടി. പക്ഷേ സേഫ്റ്റി ലേശം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ വന്നഴിക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. ആരും വലിച്ചഴിക്കരുതെന്ന് കരുതി കെട്ടിയത് കടും കെട്ടായി പോയെന്ന് തോന്നുന്നു. കെട്ട് ബാക്കിലായോണ്ട് കാണാനും വയ്യ. പിന്നെ നീ വരുമ്പോ അഴിക്കാമെന്ന് കരുതി കിടന്നതാ. ചൂടെടുത്തിട്ട് മനുഷ്യൻ ചാകാറായി. അപ്പോഴാ അവളുടെ ഒരു ബ്ലാക്ക് മാൻ. സോഹന്റെ പറച്ചിൽ കേട്ടതും അതുവരെ അമ്പരന്ന് നിൽക്കുകയായിരുന്ന റോണയ്ക്ക് ചിരി പൊട്ടിപ്പോയിരുന്നു. അവൾ വയറമർത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. നിർത്തടിപ്പില്ലേ നിന്റെ കൊലച്ചിരി. അവളുടെ ചിരി കണ്ട് സോഹന് ദേഷ്യം വന്നു പോയിരുന്നു. പിന്നല്ലാതെ ഞാൻ എന്നാ ചെയ്യാനാ? നിങ്ങളെക്കാൾ ഗതികെട്ടവൻ ഇനി ജനിച്ചാലേ കാണൂ. ഓ ആയിക്കോട്ടെ. തൽക്കാലം ഈ മുടിഞ്ഞ കിണിയെന്ന് നിർത്തിയിട്ട് എണീച്ച് വന്നീ കോപ്പം നയിച്ചു താടി. അസ്വസ്ഥതയോടെയുള്ള അവന്റെ പറച്ചിൽ കേട്ട് പാവം തോന്നിയ റോണെ അവനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയിട്ട് അവൻ തലയ്ക്ക് പിന്നിലായി കെട്ടിവെച്ചിരുന്ന സ്കാർഫ് അഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ അത്ര ശ്രമിച്ചിട്ടും അത് അഴിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയും മുറുകിപ്പോയിരുന്നു. എന്റെ കർത്താവേ, ഇങ്ങേരിത് ഒരിക്കലും അഴിക്കണ്ടെന്ന് വിചാരിച്ച് കെട്ടിയതാണോ? നിന്ന് പ്രസംഗിക്കാതെ വല്ല കത്തിയും എടുത്തുകൊണ്ട് വന്നതൊന്ന് കട്ട് ചെയ്യേണ്ട റോണ. സോഹൻ തെറുക്കപ്പെടുന്നത് കണ്ടതും അവൻ അതിനുള്ളിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായ റോണ വേഗം ഡ്രോയിൽ നിന്ന് കത്രിക എടുത്തുകൊണ്ട് വന്ന് സ്കാർഫ് കട്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിലാണെങ്കിലും അവളത് അഴിച്ചെടുത്തതും സോഹൻ ആശ്വാസത്തോടെ ആ തുണി മുഖത്തു നിന്ന് അഴിച്ചെടുത്തു. ശേഷം അതുകൊണ്ട് തന്നെ മുഖവും കഴുത്തുമൊക്കെ അമർത്തി തുടച്ചിട്ട് ബെഡിലേക്ക് മലർന്നു കിടന്നു. വെള്ളം വേണോ അച്ചാച്ച? വെള്ളം കുടിക്കാനല്ല, ഈ പാതിരാത്രി ഞാനിത്ര കഷ്ടപ്പെട്ട് ഇതിനകത്ത് വലിഞ്ഞു കയറിയതിന്. ഇങ്ങോട്ട് വാ പെണ്ണെ. പറഞ്ഞതും അവൻ അവളെ വലിച്ചു തന്റെ ദേഹത്തേക്കിട്ട് മുറുകെ പുണർന്നു. പിന്നെന്തിനാണാവോ ഈ പാതിരാത്രി ഇത്രയും വലിയൊരു സാഹസം? നിമിഷങ്ങൾക്ക് ശേഷം അവന്റെ നെഞ്ചിൽ മുഖമുമർത്തി കിടന്നുകൊണ്ട് തന്നെ റോണ തിരക്കി. കിടന്നിട്ട് ഉറക്കം വരണ്ടേ? അതെന്നാ ചാച്ച, റൂമിൽ കൊതുകോ മറ്റോ ഉണ്ടായിരുന്നോ? കൊതുകല്ല, നിന്റെ. പെണ്ണെ, ചുമ്മാ എന്നെ കൊണ്ട് വേണ്ടാതീനം പറയിക്കരുത്. ഇവിടുന്ന് പോകാൻ നേരം കണ്ണു നിറച്ചുകൊണ്ട് ഓടി ഓട്ടം കണ്ടേച്ചല്ലയോ പോയത്. പിന്നാണെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. പിന്നെങ്ങനെ സമാധാനത്തിൽ കിടന്നുറങ്ങും? പറയുമ്പോൾ അവന്റെ സ്വരം ആർദ്രമായിരുന്നു. അത് കേട്ട് കിടക്കുമ്പോൾ റോണയുടെ ചൊടികളും വിടർന്നു പോയിരുന്നു. അപ്പോ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായില്ലേ? സ്നേഹവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല. എന്റെ പേരെങ്ങാനും എഴുതി വെച്ചിട്ട് നീ വല്ല അബദ്ധവും കാണിച്ചാൽ തീർന്നില്ല എന്റെ ഭാവി. പെണ്ണ് കെട്ടാൻ പോലും ഒക്കത്തില്ല. ചിരി അടക്കി പിടിച്ച് അവൻ പറഞ്ഞു. പക്ഷേ പൊടുന്നനെ റോണയുടെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി അവന്റെ അടിവയറിലൊരു പ്രകമ്പനം തന്നെ തീർത്തു. മാതാവേ! സോഹൻ അറിയാതെ നിലവിളിച്ചു. മിണ്ടരുത്, നിങ്ങൾക്ക് വേറെ കെട്ടണമല്ലയോ? അയ്യോ ഇല്ലടി. ഇപ്പോ നീ ഇടിച്ചു തകർത്തത് എന്റെ സ്വപ്നമാ. അവൻ പറഞ്ഞത് കേട്ട് ചിരി വന്നുപോയെങ്കിലും റോണ അവന്റെ നെഞ്ചിൽ മുഖമർത്തി കിടന്നതേയുള്ളൂ. റോണമ്മോ! നിമിഷങ്ങൾ നീണ്ട മൗനത്തിന് മൂട പൊട്ടിച്ചുകൊണ്ട് സോഹൻ ഈണത്തിൽ വിളിച്ചു. കരയുമായിരുന്നോ? ഇല്ല. എന്തെങ്കിലും കഴിച്ചോ? അത് ചുമ്മാ. ഈ വയറ്റിൽ. എന്നതാടി ഇത്? കുമ്പളങ്ങയാണോ? അവളൊന്നും കഴിച്ചിട്ടില്ലെന്നുള്ള ധാരണയിൽ അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞവൻ പെട്ടെന്ന് ഞെട്ടിയവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും കൈകളുടെ വീർത്ത വയറ്റിൽ തന്നെയായിരുന്നു. പിന്നെ നിങ്ങളുടെ വല്യമ്മച്ചിക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് കരുതി അവര് പറയുന്നതൊക്കെ കേട്ട് പട്ടിണി കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഓ, എന്നതാ വാരി വിഴുങ്ങിയത്? ബിരിയാണിയാ. പല്ല് 32 കാണിച്ചുകൊണ്ടുള്ള ചിരിക്കൊപ്പം അവൾ പറഞ്ഞതും സോഹൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. റോബിന്റെ ജീപ്പ് വേദയുടെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് റെയിൽവേ ട്രാക്കിനരികിലേക്ക് എത്തുമ്പോഴേക്കും ബോഡിയൊക്കെ നീക്കം ചെയ്തിരുന്നു. എന്തായി ആദർശ്? ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സാർ. പിന്നെ ആ കുട്ടിയുടെ വീട്ടിൽ അറിയിക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്.
എന്തെങ്കിലും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല സാർ. ഓക്കെ. ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ കേസിന്റെ അവസാനം ഇങ്ങനെയായതിൽ അസ്വസ്ഥത തോന്നിയെങ്കിലും അതൊന്നും തന്റെ ജോലിയെ ബാധിക്കരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് റോബിൻ പാളത്തിലേക്ക് നടന്നു. വേദയുടെ മരണം ആമിയെയും വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. ഇതിനു മുമ്പ് ആ മുഖം കണ്ടു പരിചയം പോലും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ പെൺകുട്ടി ഇനി ഭൂമിയിലില്ലെന്നുള്ള സത്യത്തെക്കാൾ ഉൾക്കൊള്ളാൻ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി. കീർത്തിയെയും ജാസ്മിനെയും വിളിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നെങ്കിലും അവരുടെ അവസ്ഥയിലും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ അസ്വസ്ഥതയോടെയായിരുന്നു ബെഡ്റൂമിലേക്ക് പോയത്. അവൾ ചെല്ലുമ്പോൾ ബെഡിൽ കിടക്കുകയായിരുന്നു റയാൻ. പക്ഷേ ഇപ്പോൾ അവനെ ശ്രദ്ധിക്കാനോ നേരത്തെ തങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളോർത്ത് നാണിച്ചിരിക്കാനോ കഴിയാത്തൊരു മൂഡിലായിരുന്നത് കൊണ്ട് തന്നെ അവനെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ ഡോർ അടച്ചു കുറ്റിയിട്ടിട്ട് ആമി ചെന്ന് കിടക്കയുടെ മറു സൈഡിലേക്ക് കിടന്നു. എന്താണ് മാഡം, ഭാവി ഭർത്താവുമായിട്ട് പിണങ്ങിയോ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അവളുടെ മുഖത്തെ വിഷാദത്തിന്റെ കാരണം വേഗത്തിൽ പിടികിട്ടിയെങ്കിലും അവളെ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു റയാൻ തെല്ല് കുസൃതിയോടെ ചോദിച്ചത്. പക്ഷെ അവന്റെ ചോദ്യം കേട്ട് ആമിയിലെ വിഷമം ദേഷ്യത്തിന് വഴിമാറാൻ മാത്രമായിരുന്നു ഉപകരിച്ചത്. അതിന്റെ ഫലമെന്നോണം അവളുടെ മുഖം ചുവന്നു. അല്ല, അങ്ങേരുടെ അച്ഛനുമായിട്ടാ പിണങ്ങിയത്. എനിക്കിപ്പോ മോനെക്കാട്ടിൽ അങ്ങേരോടാ താല്പര്യം. എന്തേയ്? ഏയ് ഒന്നുമില്ല, വെറുതെ. അന്തം വിട്ടുപോയ റയാൻ പറഞ്ഞതും അവന്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പുച്ഛിച്ചിട്ട് ആമി വെട്ടിത്തിരിഞ്ഞവനെ എതിർവശം തിരിഞ്ഞു കിടന്നു. അപ്പോഴും ആദ്യം കണ്ട ആമിയിൽ നിന്ന് ഇപ്പോഴുള്ളവളിലേക്കുള്ള ദൂരം അളക്കുന്ന തിരക്കിലായിരുന്നു റയാൻ. റോണയ്ക്കും സോഹനുമിടയിൽ കാരണമറിയാത്തൊരു നനുത്ത മൗനം തളം കെട്ടിയിരുന്നു. പക്ഷേ അവരിരുവരും മനസ്സുകൊണ്ട് തങ്ങൾ മാത്രമുള്ളൊരു ലോകത്തിൽ മുഴുകിയിരുന്നു. അവിടെ അവർക്കിടയിൽ തടസ്സം തീർക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. റോണ, നീ നീ എന്റെയാ. എന്റെ നെഞ്ചിലെ തുടുപ്പ് നിലയ്ക്കുന്നതൊഴിച്ച് വേറെന്നാ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും നിനക്ക് ഞാനുണ്ട്. അവൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും റോണയുടെ അധരങ്ങൾ ആ വിരിമാറിൽ സ്നേഹമുദ്ര ചാർത്തിയിരുന്നു. ഓ ഡാമിറ്റ്. ഇരുളിനെ കീറി മുറിച്ച് വിജനമായ റോഡിലൂടെ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നുകൊണ്ട് സെബാൻ ടെൻഷനോടെ പിറുപിറുത്തു. അവന്റെ കൈമുഷ്ടി പല പ്രാവശ്യം സ്റ്റിയറിംഗിൽ പ്രകമ്പനം തീർത്തു. അതൊക്കെ കണ്ടിട്ടും കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന റീജോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇനി എന്തൊക്കെയാവോ ഉണ്ടാവാൻ പോണത്? നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ ഒരു മയത്തിലൊക്കെ വേണമെന്ന്. കോപ്പെ, ഒരുമാതിരി മറ്റേടത്തെ വർത്തമാനം എന്നോട് പറയരുത്. പറഞ്ഞേക്കാം. സഹി കെട്ടതുപോലെ റീജോ അലറി. എന്തിനാടാ കിടന്നമറുന്നേ? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. എന്തോന്നുള്ളതാടാ? കയറി ഇറങ്ങി കൊല്ലാക്കൊല ചെയ്തിട്ടിരുന്നതല്ലേ അവളെ. അപ്പോഴത്തെ മൂടും കള്ളിന്റെ പവറും കൊണ്ട് ഞാനും അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ടിപ്പോ അവളുടെ ചാറ് വരെ പിഴിഞ്ഞെടുത്ത നീ എന്നോട് ഉണ്ടാക്കാൻ വരുന്നു. ദേഷ്യത്തോടെ അവൻ അലറിയതും സെബാന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നമ്മള് പരസ്പരം പഴി പറഞ്ഞിട്ടെന്നാ? അവള് ചത്തു. എങ്ങനെ ചത്താലും ഇനിയിപ്പോ ജീവിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അവനെ അന്വയിപ്പിക്കാനായി സെബാൻ പറഞ്ഞു. ഓ എന്തൊരീസി. എടാ പുല്ലേ, നടന്നത് ഒരു കൊലപാതകമാ. പോസ്റ്റ്മോർട്ടത്തിലോ മറ്റോ തെളിഞ്ഞാൽ പോലീസ് മണം പിടിച്ചു വരും. എങ്ങാനും പെട്ട പിന്നെ ജീവിതം തുലഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് അമർത്തി തുടച്ചുകൊണ്ട് റീജോ പറഞ്ഞു. അതിന് പെട്ടാലല്ലേ. എടാ അളിയാ, റെയിൽവേ പാളത്തിൽ നിന്ന് വല്ലതും വടിച്ചെടുക്കാൻ കിട്ടിയാൽ ഭാഗ്യം. അതുകൊണ്ട് വെച്ച് എങ്ങനെ തെളിയിക്കാനാ? അത്രമേൽ ആത്മവിശ്വാസത്തോടെയുള്ള സെബാന്റെ ചോദ്യം കേട്ടപ്പോൾ റീജോയ്ക്കും ഒരു ധൈര്യമൊക്കെ തോന്നിപ്പോയിരുന്നു. മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവനൊരു ദീർഘനിശ്വാസത്തോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു. രാവിലെ റയാൻ ഉറക്കമുണരുമ്പോൾ ബാൽക്കണി ഡോർ തുറന്നിട്ടിട്ട് അവിടെ നിന്ന് മുടിയിലെ ഉടക്കറക്കുകയായിരുന്നു ആമി. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് മനസ്സിലായതും അവൻ പതിയെ എണീറ്റിരുന്നു. ഇന്ന് കോളേജിൽ പോകണ്ടല്ലോ, പിന്നെതെങ്ങോട്ടാ? പിന്നിൽ നിന്ന് റയാന്റെ ചോദ്യം കേട്ടതും ആമി ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ബെഡിലിരിക്കുന്നവനെ കണ്ടതും ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കുന്നതെന്ന മട്ടിൽ അവളുടെ ചുണ്ടൊന്ന് കോടിയെങ്കിലും മറുപടി പറഞ്ഞു. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞേ? ഞാൻ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഓ വേണ്ട, നസ്രാണികളെ അമ്പലത്തിൽ കയറ്റുന്ന കാലം വരുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പൊ വന്നേച്ചാ മതി. തന്നെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നവളെ കണ്ട് റയാനൊന്ന് ചമ്മിയെങ്കിലും അത് പുറമെ പ്രകടിപ്പിച്ചില്ല. ഓ വെറും വയറ്റിൽ ഒരാവശ്യവുമില്ലായിരുന്നു. നീളേം വയ്യ കുറുകേം വയ്യെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. എന്നാലും ഇവൾക്ക് തെന്നാ പറ്റിയെന്നാ കർത്താവേ. ഇനി ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വല്ലതുമാണോ ആവോ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. അപ്പോഴേക്കും ആമി ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സിംഗ് ടേബിളിനരികിൽ വന്നു നിന്ന് ഒരുക്കം തുടങ്ങിയിരുന്നു. അത് കണ്ടുകൊണ്ടായിരുന്നു റയാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു സാധാരണ ടോപ്പും ലെഗിനുമായിരുന്നു അവളുടെ വേഷം. നീണ്ട മുടിയിൽ അല്പം മാത്രം എടുത്ത് ഒരു ക്ലിപ്പിട്ട് വെച്ചിരിക്കുന്നു. നെറ്റിയിൽ ഒരു പൊട്ട് വെച്ച് മനോഹരമായി കണ്ണെഴുതി അല്പം ലിപ്സ്റ്റിക്കും ഇട്ട്
അവൾ ഒരുക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. ശേഷം ടേബിളിൽ നിന്ന് സിന്ദൂരച്ചെപ്പ് എടുക്കുന്നത് കണ്ടതും റയാൻ കൗതുകത്തോടെ അവളെ നോക്കി നിന്നു. വിരൽത്തുമ്പിലെടുത്ത കുങ്കുമവർണ്ണം അവളുടെ നെറുകയിൽ പടരുന്നത് കാണാനുള്ള ആശയോടെ റയാൻ അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു മിററിലൂടെ തന്നെ നേർക്ക് നോക്കി നിൽക്കുന്നവനെയും ആമി കണ്ടത്. പെടുന്നനെ അവളുടെ ഉടലൊന്ന് വിറച്ചു. മോതിരവിരലിൽ പടർന്ന ചുവപ്പ് രാശിയിലേക്ക് അവളൊന്ന് നോക്കി. എന്തുകൊണ്ടോ അവന്റെ മുന്നിൽ വെച്ച് തണിയാനുള്ള മടി തോന്നിയതും താൻ കുങ്കുമമെടുത്തത് കുറി തൊടാനാണെന്ന് മാറ്റി അവളത് വെച്ച് കുറി തൊടാനൊരുങ്ങി. പക്ഷേ പെട്ടെന്നായിരുന്നു പിന്നിൽ വന്ന റയാൻ ആ കയ്യിൽ കടന്നു പിടിച്ചത്. എന്താ? അവൻ അടുത്ത് വന്നതും ഉടലാകെ പൂത്തുലഞ്ഞെങ്കിലും അത് പുറമേ കാണിക്കാതെ മിററിലൂടെ തന്നെ അവനെ നോക്കി വരുത്തിക്കൂട്ടിയ ദേഷ്യഭാവത്തിൽ ആമി ചോദിച്ചു. എന്നോടുള്ള വാശിക്ക് ചെയ്യാൻ പോകുന്നത് ചെയ്യാതിരിക്കണ്ട. ചിരിയോടെ പറഞ്ഞിട്ട് അവൻ അവളുടെ വിരൽ കൊണ്ട് തന്നെ അവളുടെ സീമന്ത രേഖയിൽ ചുവപ്പ് പടർത്തി. ആ നിമിഷം എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ആമിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞുപോയി. ഉള്ളിന്റെ ഉള്ളിലൊരു നാദസ്വര മേളമുയർന്നു. ഇപ്പോഴാ ഒരു പൂർണ്ണത വന്നത്. അവളെ നോക്കി നിന്നുകൊണ്ട് റയാൻ അത് പറയുമ്പോൾ ആമിയുടെ മിഴികളും അവനിൽ തന്നെ തറഞ്ഞിരുന്നു. ഒരു പിന്നിലൂടെ അവളെ ചേർത്ത് പിടിച്ച് തോളിൽ താടിയൂന്നി മിററിന് മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ മുന്നിൽ കാണുന്നതൊരു മനോഹര ചിത്രമാണെന്ന് തോന്നിപ്പോയി റയാന്. പെടുന്നതിനെ അവളുടെ ഇടം കവളിൽ അമർത്തിയൊന്ന് ചുംബിച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴും അവൻ നൽകിയ അനുഭൂതിയുടെ പിടിയിലമർന്ന് ചലിക്കാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു ആമി. അധികം ദൂരെയല്ലാത്ത ശിവക്ഷേത്രത്തിലൊക്കെയായിരുന്നു ആമി പോയത്. ഓട്ടോറിക്ഷയിൽ ക്ഷേത്രമുറ്റത്ത് ചെന്നിറങ്ങുമ്പോൾ തന്നെ ആൽത്തറയിൽ കാത്തിരിക്കുന്ന പൂർണിമയെ കണ്ട് അവൾ ചിരിച്ചു. അമ്മ വന്നിട്ടൊത്തിരി നേരമായോ? ഇല്ലടാ, വന്നേയുള്ളൂ. പൂർണിമ വാത്സല്യത്തോടെ അവളെയൊന്ന് തലോടി. ചെറിയ തോതിലൊരു കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഇരുവരും ഒരുമിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു. അധികം ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചിട്ടായിരുന്നു അവർ തിരികെ ഇറങ്ങിയത്. ചുറ്റമ്പല പ്രദക്ഷിണവും കൂടി കഴിഞ്ഞ് വീണ്ടും ആൽത്തറയിലേക്ക് വന്നിരിക്കുമ്പോൾ പൂർണിമയുടെ കണ്ണുകൾ ആമിയിലെന്തോ തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ വച്ച് ചന്ദനം ചാർത്തിയ അവളുടെ താലിയും നെറുകയിലെ സിന്ദൂര ചുവപ്പുമെല്ലാം അവർ നോക്കി കാണുകയായിരുന്നു. ആദ്യമോൾ അവന്റെ കൂടെ ജീവിക്കുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മകളിൽ വന്നിട്ടുള്ള അദൃശ്യമായ മാറ്റങ്ങൾ നോക്കിയിരിക്കെ നന്ദൻ പറഞ്ഞ വാക്കുകളായിരുന്നു പൂർണിമയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. അതവരെ വല്ലാതെ ഭയപ്പെടുത്തി. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? ആമിയുടെ ചോദ്യം കേട്ട് അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചു. അവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എങ്ങനെയോ അവിടുത്തെ മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്നലെ റോണയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്? റയാനോ? ഇപ്പൊ എന്നോട് വലിയ പ്രശ്നത്തിനൊന്നും വരാറില്ല. വേറെ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. നിർവികാരമായിട്ടാണ് അവളത് പറഞ്ഞതെങ്കിലും റയാൻ എന്ന പേര് പോലും അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന തന്റെ കണ്ടെത്തൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പൂർണിമ. അച്ഛന് നല്ല ടെൻഷനുണ്ട്. അവരത് പറഞ്ഞതും അതെന്തിനാണെന്ന ഭാവത്തിൽ ആമി ആ മുഖത്തേക്ക് നോക്കി. അല്ല, നിന്റെ ഭാവി ഓർത്തിട്ട്. നീ വീണ്ടും കളരിക്കലോട്ട് പോയെന്നറിഞ്ഞപ്പോൾ ആകെ വെപ്രാളമായിരുന്നു. അങ്ങനെ വെപ്രാളം പിടിക്കാനുള്ള പ്രശ്നമൊന്നും ഇപ്പോ അവിടെ ഇല്ലമ്മേ. റയാൻ ഉൾപ്പെടെ അവിടെ എല്ലാവരും എന്നോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ തിരുത്താനുള്ള ശ്രമത്തില്ല. നേർത്ത പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. എന്താ നിന്റെ തീരുമാനം? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ പൂർണിമയുടെ ഹൃദയം പെരുമ്പറ കൊട്ടുകയായിരുന്നു. തീരുമാനമെടുക്കാൻ ഇനിയൊരു വർഷം ബാക്കിയല്ലേ അമ്മേ എന്റെ മുന്നിൽ. അതുകൊണ്ട് തൽക്കാലം ഒന്നും തീരുമാനിച്ചിട്ടില്ല. വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ലെന്നുള്ളതിന്റെ തെളിവല്ലേ ഞാനിപ്പോഴും റയാന്റെ കൂടെ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് മുൻകൂട്ടി ഒന്നും തീരുമാനിക്കുന്നില്ല. സമയമാവട്ടെ. വിദൂരതയിൽ എവിടെയോ നോക്കിയിരുന്നു കൊണ്ടത് പറയുമ്പോഴും ആമിയുടെ വിരലുകൾ കഴുത്തിലെ താലിൽ തൊരുത്തു പിടിച്ചിരുന്നു. അവളുടെ ആ പ്രവൃത്തിയിലുണ്ടായിരുന്നു പൂർണിമയ്ക്കുള്ള ഉത്തരവും.